ഈശോൻ ആദ്യം പറയുന്ന മർക്കോസ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുഭവിച്ച് വിശ്വസിക്കാൻ അവർക്കാണ് സുവിശേഷ ശക്തി. അവർക്കാണ് ദൈവത്തിന്റെ ശക്തികൾ വരുന്നത്. അതാണ് നാം ദൈവരാജ്യം ആഗ്രഹ ശക്തിയാണ് റോമ 1 14-17 പങ്കിട്ടത്. സുവിശേഷത്തെപ്പറ്റി ഞാൻ രക്ഷിക്കുന്നില്ല, എന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യ യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അത് വിശ്വസിക്കുന്നതിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുമല്ലോ. കണ്ണുകൊണ്ട് വിശ്വസിക്കണം, കാണാതെ വിശ്വസിക്കണം. ഇനി നമുക്ക് പുറപ്പെടുന്ന സമയം 4. മോശ പറഞ്ഞു, അവരെന്നെ വിശ്വസിക്കുകയില്ല, എന്റെ വാക്ക് കേൾക്കുകയുമില്ല, കർത്താവിന് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് അവർ പറയട്ടെ. കർത്താവ് അവരോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? വടി. അവൻ പറഞ്ഞു, ഒരു വടി. ഒരു വടി. അവനോട് കൽപ്പിച്ചു, അത് നിലത്തിടുക. നിലത്തിടാൻ കിട്ടോ? അവൻ കർത്താവ് പറഞ്ഞ് കേൾക്കണം, അക്ഷരം പറഞ്ഞ് കേൾക്കണം, വചനം പറഞ്ഞ് കേൾക്കണം, അക്ഷരം പറഞ്ഞ് അവൻ വഴി നിലത്തിട്ടപ്പോൾ അത് ശബ്ദമായി തീർന്നു. അതായത് ഭയപ്പെടണം, രോഗങ്ങൾ ഭയപ്പെടണം, ദൈവഭയം. മോശ അത് കണ്ട് അകന്നു മാറി. ദൈവഭയം വന്നാൽ അകന്നു മാറും. എല്ലാം തീർന്നു. ദൈവമില്ലാത്ത ലോകത്തിൽ ഏറ്റവും വലിയ തകർച്ച ദൈവമില്ല. ദൈവഭയം വരുമ്പോഴാണ്. അതാണ് അകന്നു മാറി. പിന്നെ കർത്താവ് അത് ചെയ്തു, കൈ നീട്ടി അതിന്റെ വാലിൽ പിടിക്കുക. പറഞ്ഞ കേൾക്കണോ? ഉപയോഗിക്കാൻ പറഞ്ഞ ഉപയോഗിക്കണം. ദൈവരാജ്യം എങ്ങനെയാ വരുന്നത്? ദൈവരാജ്യം ദൈവരാജ്യം തടയാം. അത് വളരെ വിശുദ്ധിയിൽ കൂടിയല്ലാതെ സാധ്യമല്ല, അല്ലാതെ കൃത്യമൊന്നുമില്ല. അതാണ് അജയമായ പരിചയ വിശുദ്ധിയാണ്. ജ്ഞാനം 5:19 വിശുദ്ധിയിൽ കൂടിയാണ്. കർത്താവ് അത് ചെയ്തു, കൈ നീട്ടി അതിന്റെ വാലിൽ പിടിക്കുക. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു. വീണ്ടും വടിയായി തീർന്നു. കൈ നീട്ടി അത് കൃപയായിട്ട് മാറിയാണ്. ഇത് സകല പിതാക്കന്മാരാണ്. സുവിശേഷം 14:12 കൃപയും സത്യവും. സത്യം എന്നാണ് വചനം. വചനമാരാണ് ഇത് സകല പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ്. കർത്താവ് വീണ്ടും വരണം ചെയ്തു. എല്ലാവരും വിശ്വസിക്കാൻ വേണ്ടിയാണ് കൃപ തരുന്നത്. അല്ലോ, അത് ആന്തരികമായിട്ടുള്ള സന്തോഷമാണ്. ബാഹ്യമായിട്ടുള്ള അടയാളം. അതാണ് അത്ഭുതം അടയാളത്തിന്റെ കൂടെ ഉണ്ടാകുന്നു. അതോ 2 Corinthians 12:12 നിന്റെ കർത്താവ് വീണ്ടും വരണം ചെയ്തു, നിന്റെ കൈ മാർഗത്തിൽ വെക്കുക. നിന്റെ കൈ വെച്ചോളണം. അതെ, മാർഗത്തിൽ വരുമ്പോഴാൻ ഹൃദയത്തിൽ കൊണ്ട് നോക്കാൻ, ഹൃദയത്തിൽ വരുന്നതരാൻ മാർഗത്തിൽ നിൽക്കണം. കർത്താവ് അനുഭവപ്പെടണം. കെട്ടേ പറ്റൂ, പെടണം. അവൻ അപ്രകാരം കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞ് പോലെ വെളുത്ത് മാഞ്ഞുപോലെ പാപമെല്ലാം വിട്ടുപോയി എളിമയിലോട്ട് ഇഷ്ടപ്പെട്ടതായി കാണപ്പെട്ടു. അതാണ് ഏശയ്യ 1:11 കാട്ടിച്ചേപ്പ് ഇമം പോലെ വെളുത്ത് കേട്ടോ. അപ്പൊ കാണപ്പെട്ടു. എലിവപ്പെട്ടാൽ വല്ലതും നിങ്ങളെ പോലെ വരുമോ? ഇല്ല, എല്ലാം വിട്ടുപോകും. എലിവപ്പെട്ടു പോകും. ഇപ്പൊ ഗൗരവത്തിലേക്ക് അടക്കണമെന്നാണ് അല്ലേ? എലിവപ്പെട്ടു വന്നാലും സാക്കാലും ബന്ധുക്കാരൊക്കെ എലിമ വരുമ്പോഴാണ് കുഷ്ഠരോഗികളാണ്. ആരും നിങ്ങളുടെ വീട്ടിൽ വരില്ല. എലിവപ്പെട്ടു കഴിഞ്ഞാൽ അവിടുന്ന് കൽപ്പിച്ചു, കൈ വീണ്ടും മാർഗത്തിൽ വെക്കുക. കൈ വീണ്ടും മാർഗത്തിൽ വെക്കുക. വീണ്ടും എലിവപ്പെടാൻ പറഞ്ഞ് വീണ്ടും ചെയ്യണം. അവൻ അപ്രകാരം ചെയ്തു.
മാർഗത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലായിരുന്നു. എല്ലാവരും എല്ലാവരിലും പോലെ കാണപ്പെട്ടത് ആത്മാവിന്റെ കൂടെയായി. അതാണ് ഗലാത്യ 6:18 ആത്മാവിന്റെ കൂടെ കൂടെയായി. കണ്ടോ, ഈശോ നമ്മുടെ ആത്മാവിന്റെ കൂടെ ഒന്നായി. ഒന്ന് കുറച്ച് ഏകാത്മാവായി കൃപയിലായി. അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും എന്നിട്ടും വിശ്വസിക്കുന്നില്ല. നിന്റെ ആദ്യത്തെ അടയാളത്തിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തെ സാക്ഷ്യം സ്വീകരിച്ചേക്കും. അത്രയും അനുഭവപ്പെട്ട വിശ്വാസം എല്ലാവരും വിശ്വസിക്കുന്ന കാര്യം, എന്നാലും ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഈ രണ്ട് അടയാളങ്ങൾ അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം, അങ്ങനെ ചെയ്താൽ പക്ഷെ എന്താ ചെയ്യാനുള്ളത്? നീ നദിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് തലയിൽ ഒഴിക്കുക. നദി എന്താണ്? വീഴ്ചയിലേക്കോ വെള്ളം എന്താണ്? വാചനം. ഈ വിശ്വത്തിൽ നിന്ന് വാചനമെടുത്തിട്ട് കരയിൽ ലൗകികയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വചനം. കണ്ടോ, വചനം ഇങ്ങനെ ഇട്ടു കൊടുക്കാൻ. നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും. ആ രക്തമാണ് ലേഖ 17 പറയുന്നത്. രക്തത്തിന് ജീവനുണ്ട്. രക്തം പാപത്തെ മോചിപ്പിക്കുന്നു. രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം അതെ, നമ്മുടെ എല്ലാ പാപങ്ങളും കഴിക്കണം. തന്നെ തന്നെ വിധിയർപ്പിക്കപ്പെടും. കേട്ടോ, രക്തം ചിന്താതെ പാപമോചനമില്ല. ഇനി വചനം രക്തമാണ്. ആവശ്യമായി യോഹന്നാൻ സുവിശേഷം 14 നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറുന്നു. പിന്നെ മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ ഒരിക്കലും ചാതുരിയുള്ളവരായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവരോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശേഷി നൽകിയത്? പറയണം, ആരാണ് മനുഷ്യന് സംസാരശേഷി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? അത് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഉണ്ടായിരിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പ്രവർത്തനമാണ്. ദൈവം തന്നെ മഹത്വം കാണിക്കുകയാണ്. യോഹന്നാൻ 9:3 കർത്താവായ ഞാനല്ലേ, ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും, നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. എന്നാൽ അവൻ അപേക്ഷിച്ചു, കർത്താവെ, ദയ ചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ. അപ്പോൾ കർത്താവ്, നിങ്ങളും പറയും, കർത്താവ് എനിക്കൊന്നും അറിയാൻ പാടില്ല, എന്നെ വേറെ ആരെങ്കിലും അയക്കണമേ. കൂട്ടുകാരുണ്ട് ഇല്ലേ? അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു, നിനക്ക് ലേവ്യനായ അഹരോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ. കണ്ടോ, ലേവ്യം വേണം, പുരോഹിതം വേണം, കുഴപ്പം. ലേവ്യൻ എന്നത് സഹോദരനുണ്ടല്ലോ. അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. അവൻ നന്നായിട്ട് പറഞ്ഞോളൂ. ഇതാ, അവൻ നിന്നെ കാണാൻ വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിന്നെ പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുക്കണം. വചനം നിൽക്കുന്ന ആരിലാണ്? മോസസിലാണ് കൽപ്പനകളെല്ലാം. അവന് പറഞ്ഞു കൊടുക്കുക. കണ്ടോ, ഞാൻ നിന്റെയും അവന്റെയും നാവിനെ ശക്തിപ്പെടുത്തും. കണ്ടോ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പോയിട്ടുള്ളവരൊക്കെ 2 പേര് ശക്തിപ്പെടുത്തുന്നുണ്ട്. ആരെങ്കിലും പഠിപ്പിച്ചോ? ഈശോ തന്നെ പഠിപ്പിച്ചു തരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. അതെ, അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. അവൻ നിന്റെ വക്താവായിരിക്കും. നീ അവന് ദൈവത്തെ പോലെയും. അതെ, ഈ വഴി കയ്യിലെടുത്തുകൊള്ളുക. ഈ വഴി കയ്യിലെടുത്തുകൊള്ളുക. കയ്യിലെടുക്കാൻ നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പൊ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആരാണ്? ഈശ്വരൻ. കൃപയാണ്. അതാണ് വഴി. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൈപൊക്കുമ്പോ അപുക്കം 3, 4 ഇതെല്ലാം രശ്മികളൊക്കെ പോയി തകർന്നെല്ലാം വീഴുന്നത് നമ്മുടെ വല്ലൊരു മാത്രമാണ്. അല്ല, കൃപയാണ്. ഈശ്വരൻ. അവൻ നമുക്ക് 8 മാത്രം മതി. കുറച്ച് സ്വാതന്ത്ര്യം വന്നാല് അതുകൊണ്ട് ഞാനല്ല പ്രവർത്തിക്കുന്നത്. ഒന്ന് കുറച്ച് സ്വാതന്ത്ര്യം ക്രമപ്പെടുത്താൻ കിട്ടിയോ? അപ്പൊ എല്ലാരും കൂടെ ഒന്നുകൂടി പറ, കൃപ മാത്രം. ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞാൽ കൃപ മാത്രം മതി. ഞങ്ങൾക്ക് കൃപ മാത്രം മതി.
എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. അടുത്ത ക്ലാസ്